ഹിമകണം പൊഴിയുന്ന ധനുമാസരാവുകളിൽ പാടുന്ന രാക്കിളികളുടെ സംഗീതം ശോഭ പടർത്തുന്ന ഈ വേദിയിലേക്ക് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5ന്റെ ഈ 5ാമത്തെ സ്റ്റേജിലെ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീസൺ 5 എന്തായാലും നമ്മളുടെ ഈ 5th സ്റ്റേജിലെ ഫൈനൽ എപ്പിസോഡിലും പതിവ് തെറ്റിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ ഏറ്റവും മികച്ച ഗായകരും സംഗീതജ്ഞരും എത്തിയിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ചിത്ര ചേച്ചി, ശരത് ആൻഡ് ശ്രീയേട്ടൻ. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5ൽ നമ്മളുടെ ഈ 5th സ്റ്റേജിലെ ഫൈനൽ എപ്പിസോഡിൽ ഒരു പുതിയ സെലിബ്രിറ്റി ഗസ്റ്റ് ആണ് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത്. 1979ൽ ജഗദ്ഗുരു ആദി ശങ്കരൻ എന്ന ഫിലിം റിലീസ് ആയപ്പോൾ ഇറ്റ് ബിക്കേം എൻ ഇൻസ്റ്റന്റ് സക്സസ്. 5 മേജർ ലാംഗ്വേജസിലാണ് അത് റീമേക്ക് ചെയ്തത്. 19ാമത്തെ വയസ്സിൽ അതിന്റെ ലീഡ് കഥാപാത്രം അവതരിപ്പിച്ച ഈ നടൻ പിന്നീട് നിരവധി ലാംഗ്വേജസിൽ കുറെ നല്ല സിനിമകളിൽ കുറെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. ഇൻഫാക്ട് ഏറ്റവും റീസെന്റ് ഫിലിം എനിക്ക് പറയാൻ പറ്റുന്നത് പഴശ്ശിരാജയിലും ഒരു ശക്തമായ കഥാപാത്രമാണ്. പഴശ്ശിരാജയിലെ ചിറക്കൽ രാജാവായും ഈ നടനെ നമ്മൾ കണ്ടു. നോട്ട് ജസ്റ്റ് ദാറ്റ്, സീരിയൽ രംഗത്തും സജീവമാണ്. കറന്റ്ലി ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ റോളും ഇദ്ദേഹം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഇസ് മൈ പ്ലഷർ ടു വെൽക്കം ടു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 ദ വെരി ടാലന്റഡ് ആക്ടർ മിസ്റ്റർ മുരളി മോഹൻ. ത്രിപുര സുന്ദരി ദർശനലഹരി ത്രിഭുവന സൗന്ദര്യ ലഹരി ലഹരി. ജഗദ്ഗുരു, ഇതാണ് സർവജ്ഞപീഠം. ഇതിലിരിക്കാൻ അങ്ങേക്കാൾ അർഹതയുള്ള മറ്റൊരു മനുഷ്യജീവിയുമില്ല. ശങ്കര ദിഗ്വിജയം ജഗദ്ഗുരു ശങ്കര ദിഗ്വിജയം ശങ്കര ദിഗ്വിജയം ജഗദ്ഗുരു ശങ്കര ദിഗ്വിജയം. മുരളി സർ, വെൽക്കം ടു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5. താങ്ക് യു വെരി മച്ച്. ആദ്യത്തെ പ്രാവശ്യമാണ് ഈ റിയാലിറ്റി ഷോയിൽ സാർ വരുന്നത്. സാറിന്റെ അഭിപ്രായത്തിൽ ഐഡിയ സ്റ്റാർ സിംഗർ എന്താണ് സീസൺ 5 അറ്റ്ലീസ്റ്റ്? ഐഡിയ സ്റ്റാർ സിംഗർ ഞാനിപ്പോ ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതല്ല, ഈ കാത്തിരുന്ന് കാണുന്ന ഒരു കാരണം. സംഗീതം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഏറ്റവും വലിയ വീക്ക്നെസ് ആണ്. എന്നെ പോലെ നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ ആൾക്കാരൊരു തെറ്റിദ്ധാരണ, ഇപ്പൊ ട്രെയിനിലൊക്കെ വെച്ച് പറയും എല്ലാവരും കാണുന്ന ആൾക്കാരാണ്. എന്നാലും ആദ്യത്തെ എന്നിങ്ങനെ പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഓക്കെ കല്യാണം കേട്ട് എത്ര നാളായി? 5 വർഷമായി. ആദ്യത്തെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇത് ഇപ്പോഴും അങ്ങനെ ഫാമിലി ലൈഫ് ഉണ്ടോ? അതില്ല. ആദ്യത്തെ മോനുണ്ടായപ്പോൾ ഒരു സുഖം പിന്നത്തെ മക്കളുണ്ടായപ്പോണ്ടോ? അതില്ല. അതാണ് സംഭവം. എല്ലാം 1ാമത്തെ 2ാമത്തെ 5ാമത്തെ 10ാമത്തെ ഇനി 10ാമത്തെ വന്നാലും ഇത് തന്നെ സംഭവം. വെരി ഇൻട്രസ്റ്റിംഗ്. വി ലൈക്ക് ദാറ്റ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഞങ്ങളുടെ കൂടെ ഈ 5th സ്റ്റേജിലെ ഫൈനൽ എപ്പിസോഡിൽ എത്താൻ സാധിച്ചതിൽ വി താങ്ക് യു ആൻഡ് ഐ വെൽക്കം യു ടു ദ സെലിബ്രിറ്റി ഗസ്റ്റ്. എൻജോയ് ദ ഷോ. ഇനി നമ്മളുടെ റഹ്മാൻ സാറിന്റെ മറ്റൊരു സൂപ്പർബ് ഗാനവുമായിട്ടാണ് നമ്മളുടെ കണ്ടസ്റ്റന്റ് വേദിയിൽ എത്തുന്നത്. അതിനായി ലെറ്റ്സ് വെൽക്കം കൃഷ്ണ. റഹ്മാൻ ഹിറ്റ്സ് റൗണ്ടിലാണ് വരുന്നത് ലാസ്റ്റ്. അപ്പൊ ഏത് പാട്ടാ പാടാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്? മുതൽവൻ എന്ന ഫിലിമിലെ ഉപ്പുകരുവാടി. கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு மெத்தையில மார்புக்கு மெத்தையில செஞ்சு விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு மெத்தையில மார்புக்கு மெத்தை
I think you did a good job. പിന്നെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പറയും. ചിത്ര ചേച്ചി. കൃഷ്ണ ചേച്ചി നന്നായിരുന്നു മോളെ. താങ്ക് യു ചേച്ചി. ഈ കീ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് പാടുന്ന ഡോളില്ലേ, എനിക്ക് അതുമാതിരി തോന്നുമായിരുന്നു കണ്ടിട്ട്. സിജുവും അനൂപും അവരവരുടെ പോർഷൻസ് നന്നായി ചെയ്ത് കോറസും കേട്ടോ. എനിക്ക് ടോട്ടലായിട്ട് മോളൊന്നും പാടിയത് എനിക്ക് ഇഷ്ടമായി. അതിനകത്ത് ആ പിന്നെ ഒരു ആലാപ് വരുന്നുണ്ടല്ലോ, എവിടെയാ പല്ലവിയുടെ ഇടയ്ക്ക്, അത് മാത്രം മോൾ എപ്പോഴും കൃഷ്ണ പാടുന്ന പോലെ കൃഷ്ണയുടേതായിട്ടുള്ള രീതിയിൽ അതങ്ങ് പാടിയത്. ഒറിജിനലൊന്നും അല്ല പാടിയത് കേട്ടോ. എനിക്ക് തോന്നുന്നു വളരെ കുറച്ചെന്ന് പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ മോള് നന്നായിട്ട് പാടി കേട്ടോ. കൃഷ്ണ കൊള്ളായിരുന്നു കൃഷ്ണ. താങ്ക് യു സാർ. കുറെ സിനിമക്ക് മോള് തന്നെ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തു. റഹ്മാൻ കമ്പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലയോ? അങ്ങനെയൊന്നുമില്ല സാർ. ഉള്ളിലിരിക്കുന്ന കമ്പോസർ തല വെളിയിലേക്ക് നീട്ടിയതായിരിക്കും. ഇല്ല സാർ. നമുക്കൊരു സാധനം ഒറിജിനൽ വരുന്നില്ലെങ്കിൽ നമ്മുടെ തോന്നിയതങ്ങ് പാടുക എന്നല്ല മോള്, അത് എങ്ങനെങ്കിലും വരുത്താൻ ശ്രമിക്കണം കേട്ടോ.
പോന്നത് പിന്നെ വൈ ഒക്കെ ശ്രുതി എല്ലാം പോയല്ലോ. പിന്നെ ഉപ്പുകരു ശ്വാസം എല്ലാം പോയിട്ട് മോൾ എങ്ങനെ അത് പാടി ഞാൻ ആലോചിച്ച്. ഈ കോലാകാലാന്ന് ഒരു 12 പേരിരുന്ന് പാടുന്നുണ്ട്. അതിന്റെ കൂടെ അതും കൂടെ ചേർന്ന് പാടിട്ട് അതിന് ഉപ്പുകരുവാട് വേറെ ടിമ്പർ തിരിയുന്ന ഉപ്പുകരുവാടെന്ന് വേറെ അത് നോക്കണം. റിപ്പീറ്റ് മോള് നല്ല ശബ്ദവും മറ്റേ എന്നൊരു ശബ്ദമാണ്. കാരണം ശ്വാസം പോയി. പിന്നെ എന്തോ എടുത്തിട്ട് പാടും. പിന്നെയും വൈ ഒക്കെയാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ടോട്ടലി ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ശ്രേയാട്ട. കൃഷ്ണ, ചിത്ര പറഞ്ഞ പോലെ ഒരു ഡോളിന് കീ കൊടുത്തിട്ട പോലെ കട്ട 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 കട്ടന്ന് പുറകോട്ട് പോയി മുമ്പോട്ട് പോയി. ഒരു മീശമാധവൻ, ഒരു കറമ്പൻ അവിടെ. ആരാ പുള്ളി? ആരാ? ശിവൻ. മനസ്സിലായില്ലല്ലേ? ശിവനെ പിടിച്ച് കൃഷ്ണനാക്കിയിട്ട് എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഞാനിത് അറിഞ്ഞില്ല ശരിക്കും. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവസാനം നിൽക്കുന്ന നിപ്പ് കണ്ടത് മനസ്സിലായി. പുള്ളി വന്നിട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്ക് പുല്ല് പോലെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പോയി. ഒന്നിങ്ങനെ നിൽക്കണ്ടേ, ഒരു കൈയെങ്കിലും വെക്കണ്ടേ? ഇഷ്ടമില്ലാത്തതുകൊണ്ടാ, എനിക്ക് മനസ്സിലായി. ആ പാട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ പറഞ്ഞു. പക്ഷെ ചിത്ര ഇത്രയും ഒരു പ്രശ്നം ചെയ്യരുതായിരുന്നു കേട്ടോ. കാരണം ഈ കൊച്ച് ആദ്യം പാടിക്കൊണ്ടിരുന്നപ്പം ഉപ്പുകോയിവോടോ ഇപ്പൊ ഇളി തുടങ്ങിയിട്ട് ഒരു പുതിയ പേര് ഞാൻ അങ്ങ് ഇട്ടുതരിക, വാഗീറി ചെല്ലമ്മ. ആ ലെവലിലായി പോയി. നല്ലൊരു വേവ് ഓളം ഉണ്ടായിരുന്നു. വളരെ കളർഫുൾ ആയിരുന്നു. കളർഫുൾ എന്ന് വെച്ചാൽ ഇതായിരുന്നു. ഈ ദാവണിയൊക്കെ കണ്ടപ്പോഴാണ് പഴയ ഓരോ കാലങ്ങളൊക്കെ ഓർമ്മ വന്നത്. അപ്പൊ പഴയ തമിഴ്നാട്ടിലത്തെ ഓർമ്മകളും ഒക്കെ വന്ന് ടോട്ടലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആകെ മനസ്സിലാവായിരുന്നത് ആ സിനിമ ആണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു വീരപ്പൻ കൂളിംഗ് ഗ്ലാസ് വെച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. ബാക്കിയെല്ലാം എവറിഥിങ് ഇറ്റ് വാസ് വെരി നൈസ്. Thank you very much. Okay, Krishna. Let's find out your marks now. Out of 30, Shreyata. 26 കൃഷ്ണ. താങ്ക് യു. Chitra Chechi. കൃഷ്ണയ്ക്ക് ഞാൻ 26. Sarita. 26. And Murlisa out of 10. 8 on 10. Total marks 86. 56 Nice mark. ഗോകാരന് ചോദ്യം ചോദിക്കുന്നത് ചിത്ര ചേച്ചിയാണ്. ആക്ട്രസ് മനീഷ കൊയ്രാള അവരാദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമ ഏത്? ക്ലൂ. ശ്യാമപ്രസാദ് സാർ ഡയറക്ട് ചെയ്ത ഫിലിമാണ് ഇലക്ട്ര. അയ്യോ ചേച്ചി, ജോസ്കോ ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിൻ പിന്നെയും വളരെ ഈസി ആയിട്ട് കിട്ടി. ഇനി നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും SMS-ഉം കൂടെ ഉണ്ടാവണം. എനിക്ക് SMS ചെയ്യേണ്ട ഫോമാറ്റ് ISS സ്പേസ് കൃഷ്ണ KRISHNA. താങ്ക് യു. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം കണ്ടുമുട്ടാം. ഓക്കെ. പരമപിതാവേ പരമപിതാവേ കാരണമെന്തേ കൈവെടിയാൻ നിൻ സുതനെ കുരിശിലിതുപോൽ കൈവെടിയാ. കണ്ടോണ്ടിരിക്കാൻ ഒത്തിരി വിഷമമുണ്ട് മനുഷ്യർക്ക്. വിഷമം ഉണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ ഇത് കാണുമ്പോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താഴെ കടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം. ഈ ഒരു നിമിഷം എനിക്ക് തല കറങ്ങി കേട്ടോ അത് കേട്ടിട്ട്. എനിക്കും തലകറങ്ങി സാർ. എന്നാലും 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 ഒരു തങ്കത്തവൻ ഒരു തങ്കത്തവൻ. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 വിജയിക്കായി ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്നു 1 കോടി രൂപ വിലയുള്ള മോഡേൺ ലൈഫ് സ്റ്റൈൽ വില്ല ട്രാവൻകൂർ സിറ്റിയിൽ. രണ്ടാം സമ്മാനം ജോസ്കോ ജ്വല്ലേഴ്സ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ ജോസ്കോ ഗോൾഡ്.